കേന്ദ്ര സർക്കാർ സർവീസിലെ ലാറ്ററൽ എൻട്രിയുമായി ബന്ധപ്പെട്ട് NDAയിൽ ഭിന്നത. JDU, LJP കക്ഷികൾ തീരുമാനത്തെ എതിർത്തു. എന്നാൽ ലാറ്ററൽ എൻട്രി തീരുമാനത്തെ TDP അനുകൂലിക്കുകയാണ്. സംവരണമടക്കം തടസ്സപ്പെടുമെന്നാണ് JDUവിന്റെ വിമർശനം. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. RK, ഗുഡ് മോർണിംഗ്. NDAയിൽ ഈ വിഷയത്തിൽ വലിയ ഭിന്നത രൂപപ്പെടുകയാണോ? ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക രാധാകൃഷ്ണനാണ്. ലാറ്ററൽ എൻട്രി വിഷയത്തിലാണ് ഇപ്പോൾ JDU, LJP കക്ഷികൾ തീരുമാനത്തെ എതിർത്ത് രംഗത്ത് വന്നത്. എന്നാൽ ലാറ്ററൽ എൻട്രി തീരുമാനത്തെ TDP അനുകൂലിക്കുന്നുണ്ട്. രാധാകൃഷ്ണൻ ചേരുന്നു. ഇത് ആരെല്ലാമാണ് ഇതിൽ അനുകൂല പരാമർശം നടത്തിയത്? അതോടൊപ്പം തന്നെ വലിയൊരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ ഈ ലാറ്ററൽ എൻട്രിയുടെ വിഷയത്തിൽ? ഇതില് രാം മനോഹർ ലോഹിയുടെ കാലം മുതലുള്ള നിലപാടാണ് ജനതാ പാർട്ടികൾ ഉയർത്തിക്കാട്ടുന്നത്. ജനതാ പാർട്ടികൾ എന്ന് പറഞ്ഞ JDU, LJP അടക്കമുള്ള പാർട്ടികളാണ് ഈ നിലപാട് ഉയർത്തിക്കാട്ടുന്നത്. അവർ പറയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ തങ്ങളുടെ നയപരിപാടികൾ അനുസരിച്ച് ലാറ്ററൽ എൻട്രി എന്ന സംവിധാനത്തെ അംഗീകരിക്കുക സാധ്യമല്ല. കാരണം സംവരണ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളിലേക്കാകും ലാറ്ററൽ എൻട്രി എന്ന ഈ സംവിധാനത്തിലുള്ള 40 തസ്തികകളിലാണ് ലാറ്ററൽ എൻട്രി വഴി നിയമനം നടത്താനായിട്ട് കേന്ദ്ര സർക്കാർ താല്പര്യപ്പെടുന്നത്. എന്നാൽ TDPക്ക് ഈ വിഷയത്തിൽ അനുകൂല സമീപനമാണ് ഉള്ളത്. വേഗത്തിൽ നിയമന നടപടികൾ പൂർത്തിയാക്കാൻ യോഗ്യതയുള്ളവരെ തസ്തികകളിലേക്ക് എത്തിക്കാൻ അത് ലാറ്ററൽ എൻട്രി സഹായകമാകും എന്നാണ് TDP സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.